കുറവിലങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടിഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ ദുഃഖസൂചകമായി വെള്ളിയാഴ്ച ഹർത്താൽ ആചരിക്കും. കൊയിലാണ്ടി നഗരസഭയിലെ 9 വാർഡുകളിലാണ് സംയുക്ത ഹർത്താൽ. പരിക്കേറ്റവരുടെ അവസ്ഥ ദയനീയമായിരുന്നു. ഒന്നനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഭീതിയുടെ പിടിയിലായിരുന്നു അവരെല്ലാം. അപ്പോഴേക്കും സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ വാഹനങ്ങൾ പരിക്കേറ്റവരെ കൊണ്ടുപോകാൻ എത്തിക്കൊണ്ടിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ആംബുലൻസുകളും എത്തി. എല്ലാവരും ഉണർന്നു പ്രവർത്തിച്ചതോടെ പരിക്കേറ്റവർ ഓരോരുത്തരെയായി ആശുപത്രിയിലേക്ക് മാറ്റി. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വ്യാഴാഴ്ച വൈകുന്നേരമാണ് ആനയിടയുന്നത്. 3 പേർ മരിക്കുകയും 30ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമീപ പ്രദേശത്തെ ആശുപത്രികളിലേക്കും മാറ്റിയിട്ടുണ്ട്. ആനകളെ പിന്നീട് പാപ്പാന്മാർ തളച്ചു. വിരണ്ടോടിയ ആനകൾ കെട്ടിടം തകർത്തതാണ് ഇത്രയും ആളുകൾക്ക് പരിക്ക് പറ്റാൻ കാരണമെന്ന് വടകര റൂറൽ SP അറിയിച്ചു. പടക്കം പൊട്ടിച്ചത് മൂലമാണ് ആനകൾ ഇടഞ്ഞതെന്നും SP പറഞ്ഞു. അപകട സമയത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത് 500-ലധികം ആളുകളാണ്. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞതിനാലാണ് വലിയ അപകടം ഒഴിവായതെന്നും പ്രദേശവാസികൾ പറയുന്നുണ്ട്. ആനകൾ രണ്ടും ഓടി മറഞ്ഞിരുന്നു. അവിടുത്തെ അവസ്ഥ ഭീതിതമായിരുന്നു. ക്ഷേത്രനടയിൽ പരിക്കേറ്റവർ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. തലയ്ക്കും കാലിനും പരിക്കേറ്റവരെ കിട്ടുന്ന തുണി കൊണ്ട് കെട്ടുകയാണ് പലരും. ഭീതി ക്ഷേത്രത്തിന് തെക്കുഭാഗത്തെ ഓഫീസ് കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള തിടപ്പള്ളി 2 ആനകളും അപ്പാടെ തകർത്തിരുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന തിരച്ചിലായിരുന്നു പലരും. അതിനകത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി. പരിക്കേറ്റവർ മുഴുവൻ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിൽ തന്നെ. ചിലർ കിടക്കുന്നു, ചിലർ ആൽമരത്തറയിൽ ഇരിക്കുന്നു. കാഴ്ചവരവ് ക്ഷേത്രത്തിന് പിന്നിലെത്തിയതോടെ മിനിറ്റുകളോളം നീണ്ടുനിന്ന പടക്കം പൊട്ടലാണ് ആനകളെ വിരട്ടിയതെന്നാണ് പറയുന്നത്. ക്ഷേത്ര നടപ്പന്തലിലെ ആനകളിലൊന്ന് മുന്നിലുണ്ടായിരുന്ന ആനകളെ കുത്തുകയായിരുന്നു. മുന്നിലുണ്ടായിരുന്ന ആന തിടപ്പള്ളിയിലേക്ക് ഇടിച്ചു കയറി അത് പൂർണ്ണമായും തകർത്തു. തിടപ്പള്ളിക്ക് മുന്നിൽ നിരയായി ഇരുന്നവരിൽ ചിലർക്കെങ്കിലും ആനകളുടെ ചവിട്ടേറ്റിരിക്കാം. തിടപ്പള്ളിയുടെ ചുമരും മേൽക്കുരയും തകർന്ന് ഇരിക്കുന്നവരുടെ മേൽ പതിച്ചതും പരിക്ക് ഗുരുതരമാക്കി. താലപ്പൊലിക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകുന്നതിനായിട്ടായിരുന്നു ആനകളെ ക്ഷേത്രനടയിൽ തയ്യാറാക്കി നിർത്തിയിരുന്നത്. എന്തായാലും പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പലരും ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. അതേസമയം ആന ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് ദൃക്സാക്ഷികൾ പറയുമ്പോഴും ഇത്തരത്തിൽ കെട്ടിടം പൊളിഞ്ഞു വീണ് തന്നെയാണ് 3 പേർക്ക് മരണം സംഭവിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്നവരിൽ പലരുടെ അവസ്ഥയും ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്.